വിജയിക്കില്ല. ഞങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും തച്ചു കൊല്ലുന്നവരെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. ചരിത്രത്തിലുടനീളം ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം പലസ്തീൻ സമൂഹ മാധ്യമങ്ങളിലും പിന്നീട് ലോകമെങ്ങും പ്രചരിച്ച 13 സെക്കൻഡുകളുള്ള ഒരു വീഡിയോ. തീവ്ര വലതുപക്ഷവാദിയായ ഇറ്റാമർ ബെൻഗിറിന്റെ ഭീഷണി മറ്റാരോടുമായിരുന്നില്ല. മധ്യ ഇസ്രയേലിലെ ഗാനോട്ട് ജയിലിൽ ദീർഘകാലമായി തടവിൽ കഴിയുന്ന പലസ്തീൻ വിമോചന നേതാവായ മാർവൻ അൽ ബർഗൂത്തി എന്ന പലസ്തീൻ മണ്ഡലയോടായിരുന്നു. ജയിലിൽ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള സെല്ലിൽ കയറിയായിരുന്നു ഭീഷണി. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്ന ഫത്ത എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ബർഗൂത്തി. 66-കാരനായ അദ്ദേഹം വർഷങ്ങളായി ഇസ്രയേൽ തടവറയിലാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് കേട്ടാൽ എല്ലാവരും ഞെട്ടും. ലോകരാജ്യങ്ങൾ അമ്പരക്കും. പലസ്തീനെ കൂടി തച്ചുലയ്ക്കാൻ പോകുന്ന പദ്ധതികൾ. അതിൽ ആദ്യത്തേത് E1 സെറ്റിൽമെന്റ് പ്രൊജക്ട് ആണ്. വെസ്റ്റ് ബാങ്കിലെ ഭൂപടം മാറ്റാൻ പോകുന്ന പദ്ധതി. ഈസ്റ്റ് ജെറുസലേമിനും മായലോട്യമിനും ഇടയിൽ 3400ഓളം വീടുകൾ പണിയാനുള്ള പദ്ധതി നടപ്പാവുകയാണെങ്കിൽ പലസ്തീൻ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെ തകർക്കും. UN, EU, UK അടക്കമുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: പലസ്തീൻ ഇനി ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമോ എന്ന്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 2500 മില്യൺ KC-46 ടാങ്കർ ഡീൽ പദ്ധതിയാണ്. ഇസ്രയേലിന്റെ വ്യോമ പദ്ധതി. ഇതിനായി ബോയിങ്ങിനോട് KC-46 റീഫ്യൂവലിംഗ് ടാങ്കറുകൾ വാങ്ങാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു. ഇതോടെ മധ്യപൂർവേഷ്യയിലെ ഏത് കോണിലും ദീർഘമേറിയ വ്യോമാക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് കഴിയും. ഈ പദ്ധതിയിൽ ഇസ്രയേലിനോട് ലോകം ചോദിക്കുന്നത് ഇത് ഇറാനെ ലക്ഷ്യമിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്നാണ്. കാരണം ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേലിന് കനത്ത നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ഉറപ്പാക്കാനും ഇറാനുമേൽ നിരീക്ഷണം തുടരാനുമുള്ള നടപടികളുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത്. ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇറാൻ ഇനിയൊരു നീക്കം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ് ഇസ്രയേൽ സൈന്യം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഏതു സാഹചര്യവും നേരിടാൻ സൈന്യം ഒരുങ്ങിയിരിക്കണമെന്നും രഹസ്യാന്വേഷണത്തിലും നിരീക്ഷണത്തിലും ആക്രമണത്തിലും ഇസ്രയേൽ ഇറാനുമേൽ മേധാവിത്വം പുലർത്തണമെന്നും ഇനിയൊരു ആക്രമണം നടത്തുന്നതിനായി ഇറാൻ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് നിർദ്ദേശം. ഇറാൻ ആണവായുധമുണ്ടാക്കുന്നതിനെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ പുതിയ മുന്നൊരുക്കം നടത്തുന്നത്. അതേസമയം ആണവായുധമുണ്ടാക്കൽ തങ്ങളുടെ പദ്ധതിയല്ല എന്നാണ് ഇറാൻ വാദിക്കുന്നത്. 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ജൂൺ 24-നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ആകാശത്ത് ഇറാനുമേൽ ഇസ്രയേൽ മേധാവിത്വം പുലർത്തണമെന്നും മേഖലയിൽ ഇറാനുമേൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം. ഇറാനെതിരെ ശക്തമായ പ്രതിരോധ നയം തന്നെ രൂപീകരിക്കാനാണ് ഇസ്രയേലിന്റെ പദ്ധതി. മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ബോക്സ് ഓഫ് സർപ്രൈസ് അഥവാ രഹസ്യ ആയുധ പദ്ധതികളാണ്. ലേസർ ആയുധങ്ങൾ, AI നിയന്ത്രിത സംവിധാനങ്ങൾ, ഡ്രോൺ, സ്പെഷ്യൽ യുദ്ധോപകരണങ്ങൾ എല്ലാം ചേർന്ന ഒരു ബോക്സ് ഓഫ് സർപ്രൈസ്. ഇസ്രയേൽ ഇതാണ് വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഈ പദ്ധതിയിൽ ഒരൽപ്പം നിർണായക ചോദ്യമാണ് ഇസ്രയേലിന് നേരെ ഉയരുന്നത്. അവരുടെ ലക്ഷ്യം ആരാണ്? ഇറാൻ ഓർ ഹിസ്ബുള്ള, അല്ലെങ്കിൽ പലസ്തീൻ? ഇനി നാലാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഗാസ സിറ്റി കൺട്രോൾ പ്ലാൻ ആണ്. ഗാസ സിറ്റിയെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഇസ്രയേൽ രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതി നടപ്പായാൽ മനുഷ്യാവകാശ പ്രതിസന്ധി വൻതോതിൽ ഉയരും. ഇത് സുരക്ഷയോ സ്ഥിരമായ യുദ്ധത്തിന്റെ തുടക്കമോ എന്നതാവും ഇവിടെ ഇസ്രയേലിന് നേരെ ഉയരുന്ന ചോദ്യം. അഞ്ചാമത്തെ പദ്ധതി അബ്രാം ഷീൽഡ് പ്രൊജക്ട് ആണ്. എന്ന് വച്ചാൽ പുതിയ മിഡിൽ ഈസ്റ്റ് സഖ്യം. ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന ഇസ്രയേൽ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ ഹബ്ബാക്കാൻ ശ്രമം. ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിന്റെ കേന്ദ്രാധിപതിയാകുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ആറാമത്തേതെന്ന് പറയുന്നത് AI ആൻഡ് സൈബർ സർവൈലൻസ് യൂണിറ്റ്, രഹസ്യാന്വേഷണം എന്നിവയൊക്കെയാണ്. പലസ്തീനിയൻ ഫോൺ കോളുകളും ഡാറ്റകളും മൈക്രോസോഫ്റ്റ് ക്ലൗഡിൽ സൂക്ഷിക്കുന്നു. AI അടിസ്ഥാനത്തിലുള്ള ChatGPT പോലൊരു ടൂൾ ഇസ്രയേൽ സൈന്യത്തിനായി രൂപപ്പെടുത്തുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ലോക ജനതയുടെ സ്വകാര്യത ഇനി എവിടെ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും ഒരു ഭൂപടം മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ ഭാവിയും മാറ്റിമറിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ജെറുസലേമിന് കിഴക്കായി E1 എന്നറിയപ്പെടുന്ന ഏകദേശം 12 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിലേക്കുള്ള പദ്ധതികൾക്ക് ഇസ്രയേൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു.
ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 പദ്ധതികൾക്കും ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി. ഹമാസിനെ നിരായുധീകരിക്കുക, ജീവനോടെയുള്ളതോ മരിച്ചവരോ ആയ എല്ലാ ബന്ദികളെയും മടക്കിക്കൊണ്ടുവരിക, ഗാസയെ സൈനികമുക്തമാക്കുക, ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക നിയന്ത്രണം, പലസ്തീനോ ഹമാസോ ഇല്ലാത്ത സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ രൂപീകരിക്കുക എന്നിവയാണ് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്ന മറ്റ് പദ്ധതികൾ. പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രയേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല. ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനുമിടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെട്ടത്. ലോകമഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രയേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെയാക്കി മാറ്റിയത്. പല ആവർത്തി നമ്മൾ കേട്ടുമടുത്ത ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ ചരിത്രം തിരുത്താൻ ഇറങ്ങിത്തിരിച്ച ഇസ്രയേലും നെതന്യാഹുവും വിജയം കാണുമോ എന്നതാണ് അറിയേണ്ടത്. ആധുനിക ചരിത്രത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പഴയ പലസ്തീൻ ഭൂരിപക്ഷം മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും 2-3% മാത്രം ജൂതന്മാരുമുള്ള ഒരു മേഖലയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ മത നേതാക്കളുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ചർച്ചകളും ഉടമ്പടികളുമാണ് ഇനിയും പരിഹരിക്കാത്ത സംഘർഷത്തെ പുതിയ പാതയിലേക്ക് നയിച്ചത്. ഓട്ടോമനെ തകർക്കാൻ കൂട്ടുനിന്നാൽ പലസ്തീനിൽ ജൂതർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടൻ വാക്ക് നൽകിയിരുന്നു. ഇതുപോലെ തന്നെ പലസ്തീനെ വിഭജിച്ചു നൽകാമെന്ന് അറബ് അധികാര കേന്ദ്രങ്ങൾക്കും ഫ്രഞ്ചുകാർക്കും അവർ ഒരേ സമയം വാക്കു നൽകി. ക്രൂരമായ ആ വാക്കുകളുടെ അനന്തര ഫലമാണ് ഇന്നത്തെ ഗാസയിലെ ക്ഷാമവും കുഞ്ഞുങ്ങളുടെ മരണവും. ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള തീരാത്ത ശത്രുതയെക്കുറിച്ചാണ്. അതിസങ്കീർണമാണ് അവർക്കിടയിലുള്ള ഭിന്നതയുടെ ചരിത്രം. തമ്മിൽ നടത്തിയ അധിനിവേശങ്ങളുടെ, അതുമല്ലെങ്കിൽ പരസ്പരം പ്രവർത്തിച്ച അതിക്രമങ്ങളുടെ, ഗറില്ല യുദ്ധങ്ങളുടെ ചരിത്രം കൂടിയാണത്. യുദ്ധം ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയായിരുന്നു. നടന്നത് 2 ഘട്ടങ്ങളിലായി. ആദ്യം നടന്നത് അറബ് ഇസ്രയേൽ യുദ്ധം, രണ്ടാമത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം. ആദ്യത്തെ യുദ്ധം 2 മതങ്ങൾക്കിടയിൽ രാഷ്ട്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. രണ്ടാമത്തേത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടു. മൂന്നാമത്തെ യുദ്ധം ഇപ്പോൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, അതും ഹമാസിനെതിരെ. ഇസ്രയേൽ പദ്ധതികൾ വിജയം കാണുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ അത് കണ്ടറിയാം. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ പലസ്തീനിൽ നിന്നും ഇവരെ മാറ്റുക, ജനങ്ങളെ മാറ്റുക, അല്ലെങ്കിൽ കുട്ടികളെ മാറ്റുക, സ്ത്രീകളെ മാറ്റുക, അല്ലെങ്കിൽ ക്ഷാമം നേരിടുന്നവരെ അതിൽ നിന്ന് മുക്തരാക്കുക എന്നൊക്കെ ഇസ്രയേലിന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളതാണെങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. ഹമാസിനെ പൂർണ്ണമായും തീർക്കാൻ അവിടെയുള്ള ജനങ്ങളെ തന്നെ കുരുതി കൊടുത്തത് ഹമാസ് ആണെന്ന് വളരെ വളരെ വ്യക്തമാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ഇത്തരം ന്യായീകരണങ്ങൾ. കാരണം ഹമാസ് തുടക്കത്തിൽ അവിടെയുള്ള ആളുകളെ തന്നെ ചാവേറുകളായി നിർത്തിക്കൊണ്ട് അവർ തന്നെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ, അതായത് ഗാസ സ്ട്രിപ്പിനോട് അടുത്ത് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഹമാസ് തങ്ങളുടെ നേതാക്കളെ അല്ലെങ്കിൽ ഹമാസിനെ തന്നെ അവരവിടെ ആ വീടുകളിൽ അവർ അഭയം പ്രാപിച്ചു. അതുവഴി ആദ്യം മരിച്ചു വീണത് അവിടെയുള്ള സാധാരണ ജനങ്ങളായിരുന്നു. ഹമാസിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ നിർബാധം അത് പാടില്ല എന്ന് പറയാനോ ഒരിക്കലും ഗാസയിലെ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. പകരം അവർക്ക് വില നൽകേണ്ടി വന്നിരുന്നത് സ്വന്തം ജീവനും സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവിയുമാണ്. കഴിഞ്ഞ സോഷ്യൽ മീഡിയകളിൽ ഒട്ടാകെ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ നിന്ന് ഗ്രാജുവേഷൻ സെറിമണികളിൽ പങ്കെടുക്കാനെത്തിയ ഗാസയിലെ കുഞ്ഞുങ്ങൾ. അവർ ആ വേദിയിലേക്ക് എത്തിയത് തങ്ങളുടെ മരിച്ചുപോയ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഫോട്ടോകൾ എടുത്തുകൊണ്ടാണ്. അവർക്കൊപ്പം ആ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ അവരുടെ മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല. അതിലേറെ അവരുടെ കൂടെ കഴിഞ്ഞ തവണ വരെ ക്ലാസ്സുകളിൽ ഒന്നിച്ചുണ്ടായിരുന്ന അവരുടെ അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവർക്കൊപ്പം ആ ഗ്രാജുവേഷൻ സെറിമണിയിൽ ഉണ്ടായിരുന്നില്ല. ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ബോംബ് ബ്ലാസ്റ്റുകളിൽ മരണപ്പെട്ടിരുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഏറെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഗാസയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ആര് കുറ്റം പറയാൻ സാധിക്കും എന്നതും വലിയ ചോദ്യമാണ്.
ഇസ്രയേലിൽ നിന്ന് അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില ന്യായീകരണങ്ങൾ ചരിത്രാതീത കാലങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതലേ അവരനുഭവിച്ചു വന്ന അല്ലെങ്കിൽ അവർ തിരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചരിത്രങ്ങളുടെ ഭാഗമാണ്. ഹമാസ് നിലവിൽ പലസ്തീൻ കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളാണ്. ഗാസയെ അവരതിന് വലിയ ആയുധമാക്കി എന്നതാണ്. അത് ലോകമെമ്പാടും അല്ലെങ്കിൽ മറ്റു ലോക രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന വിഷയവുമാണ്. ഇതുകൊണ്ട് കൂടിയാണ് പ്രത്യക്ഷത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു സഹായം അറബ് രാജ്യങ്ങൾ എസ്പെഷ്യലി GCC രാജ്യങ്ങൾ പോലും പലസ്തീന് നൽകാത്തത്. ശേഷം UAE ഉൾപ്പെടെ നൽകുന്നത് ഗാസ സ്ട്രിപ്പുകളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നത് പോലെയുള്ള സഹായങ്ങളാണ്. ഇത്തരത്തിൽ ഹമാസും അല്ലെങ്കിൽ ഇസ്രയേലും തമ്മിലാണ് യുദ്ധം. അവിടെ വാനിഷായി പോകുന്നത് പലസ്തീൻ എന്ന ഒരു രാജ്യം തന്നെയാണ് എന്നത് ഖേദകരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.